കൊറോണ വ്യാപനം കൂടുതൽ ദുരിതം നൽകിയത് പ്രവാസികൾക്കാണ്. അതൊക്കെയും ശരിയെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ 2 ലക്ഷത്തിലേറെ പ്രവാസികൾ തൊഴിലുപേക്ഷിച്ച് മടങ്ങിയതായുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോഴിതാ സമാനമായ റിപ്പോർട്ടുകളാണ് സൗദിയിൽ നിന്നും വരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വദേശവൽക്കരണം കടുപ്പിച്ചിരിക്കുന്ന സൗദിയിൽ 2021 രണ്ടാം പാദം അവസാനിക്കുമ്പോൾ സ്വകാര്യ സർക്കാർ മേഖലകളിൽ നിന്നും 5,71,333 പ്രവാസികൾ തൊഴിലുപേക്ഷിച്ച് മടങ്ങിയതായി റിപ്പോർട്ട്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സും ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യ പാദത്തേക്കാൾ 8.52% കുറവാണെന്നും ഗാസി വ്യക്തമാക്കുകയാണ്. പ്രാദേശിക തൊഴിൽ വിപണിയിലെ പ്രവാസികളുടെ എണ്ണം 2020 ജൂൺ അവസാനം 67,6,459 ആയിരുന്നത് ഈ വർഷം ജൂൺ അവസാനത്തോടെ 61,35,126 ആയി കുറഞ്ഞതായും കണക്കുകളിൽ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളും ആളുകളിൽ GOSIയുടെ സേവനം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ 5.46% കുറവുണ്ടായതായും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 2020 രണ്ടാം പാദത്തെ അവസാനത്തോടെ 86,74,105 ആയിരുന്ന GOSI ഉപഭോക്താക്കളുടെ എണ്ണം ഈ വർഷം രണ്ടാം പാദത്തിന്റെ അവസാനത്തിൽ 81,99,723 ആയി കുറയുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ഭാഗം പ്രവാസികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സമാനമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കുവൈറ്റ് തൊഴിൽ കമ്പോളത്തിൽ 2 ലക്ഷത്തിലേറെ പേരുടെ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 മാർച്ച് മുതൽ 2021 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. 15 വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ജീവനക്കാരാണ് ഈ കാലയളവിൽ കുവൈറ്റ് തൊഴിൽ കമ്പോളം വിട്ടതെന്ന് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ രാജ്യം വിട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു വർഷത്തിനിടെ 1.99 ലക്ഷത്തിലേറെ ജീവനക്കാരുടെ കുറവാണ് കുവൈറ്റിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ നഷ്ടമായത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കാണ്. 53,000 പേർക്കാണ് ഈ മേഖലയിൽ മാത്രം തൊഴിൽ നഷ്ടമാകുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് പ്രതിസന്ധിയിലും എണ്ണവില കുത്തനെ കുറഞ്ഞതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ടായ വലിയ തകർച്ചയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖല കഴിഞ്ഞാൽ മൊത്ത ചില്ലറ വ്യാപാര രംഗം, കാർ റിപ്പയറിംഗ് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് കൂടുതൽ പ്രവാസികൾ നാടുവിട്ടത്. 37,000 ജീവനക്കാരാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം പുറത്തുപോയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.